കേസിൽ അന്ന് ചോദ്യം ചെയ്ത് വിട്ടു എന്നുള്ളതല്ലാതെ പിന്നെ ഒന്നുമില്ലല്ലോ. അത് അന്ന് തന്നെ ഞാൻ പ്രതികരിച്ച കാര്യമാണ്. ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ഒരു രാഷ്ട്രീയ ഗിമ്മിക്കായിരുന്നു അന്ന്. പിന്നെ അതിൻ്റെ ഒരു തുടർ നോട്ടീസ് പോലും വരാതെ കേസൊക്കെ ക്ലോസ് ചെയ്ത് അവസാനിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 24 സൗത്ത് കൊടുവള്ളി ശ്രീ ഫൈസൽ കാരാട്ട്. കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ജനങ്ങളെ വിലയിരുത്തും. നല്ല ഭൂരിപക്ഷത്തിന് കൊടുവള്ളി മുനിസിപ്പാലിറ്റി ഇത്തവണ LDF വിജയിച്ചു വരും. അതിൻ്റെ ഭാഗമായി 24-ാം ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഞാനും വിജയിച്ചു വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കൊടുവള്ളി നഗരസഭയിൽ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൊടുവള്ളി സൗത്ത് ഡിവിഷനിലെ കാരാട്ട് ഫൈസലാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചതാണ്, വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്തു. അന്ന് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് 0 വോട്ടായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വരികയാണ്? ഞാൻ ഈ മത്സരരംഗത്തേക്ക് വന്ന് ആറാമത്തെ തവണയാണ് ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. ഇതൊക്കെ LDFൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മത്സരിച്ചത്. അപ്പോൾ അതിൽ പുതിയ ഒരു കൗതുകമൊന്നുമില്ല. അല്ല, കഴിഞ്ഞ തവണ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് LDFൻ്റെ സ്ഥാനാർത്ഥി ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് INൻ്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചത്. അപ്പോൾ സ്വതന്ത്രമായിട്ട് നിന്നു ജനങ്ങളൊക്കെ ഫൈസൽ തിരഞ്ഞെടുത്തു. അതായിരിക്കും ഇപ്രാവശ്യം LDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വരാനൊരു കാരണമായിരുന്നു പാർട്ടിക്ക്? അതൊന്നുമല്ല. ഞാൻ കാലാകാലങ്ങളായിട്ട് കൊടുവള്ളിയിലെ PT റഹീം സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടായ സമയത്ത്, അന്ന് ജില്ലാ MSFൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ് ഞാൻ. അപ്പോൾ അന്ന് മുതൽ റഹീം സാഹിബിൻ്റെ രാഷ്ട്രീയമായ ഒരു പ്രവർത്തന മേഖല ഇടതുപക്ഷത്തോടൊപ്പമായപ്പോൾ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. MSF എന്ന് പറഞ്ഞ ലീഗ് പാരമ്പര്യത്തിൽ നിന്നാണ് കാരാട്ട് ഫൈസൽ വരുന്നത് അല്ലേ? അതായത് ഇപ്പോൾ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഈ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കഴിഞ്ഞ തവണ മത്സരിച്ച ഡിവിഷന് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു മുസ്ലിം ലീഗുകാരനല്ലാത്തൊരു സ്ഥാനാർത്ഥി ജയിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഒരു കുത്തക മണ്ഡലം, ആ മണ്ഡലത്തിലാണ് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കേണ്ടത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരും വെൽഫെയർ പാർട്ടിൻ്റെ പ്രവർത്തകന്മാരും CPMൻ്റെ പ്രവർത്തകന്മാരും ഒന്നിച്ച് ആ ഒരു നാട് കവചമൊരുക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊടുവള്ളിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഒരു വികസന മുരടിപ്പുണ്ട്, അഴിമതിയുണ്ട്. നിലവിലുള്ള ചെയർമാൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത് ബാക്ക് ഓഫീസിൽ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ ഇരുന്ന് ഏത് ഒരു പദ്ധതി വന്നാലും അതിന് കമ്മീഷൻ വാങ്ങാൻ തൊട്ടടുത്ത് ഓഫീസിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൊടുവള്ളിയിലുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. കാരാട്ട് ഫൈസൽ മത്സരിക്കുന്ന ഡിവിഷൻ മാത്രമല്ല, നഗരസഭ തന്നെ UDFൽ നിന്ന് പിടിച്ചെടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതെ, 100% അത് സംഭവിക്കും. ജനങ്ങൾ അത്രയും അടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഒരാൾ അപ്രതീക്ഷിതമായി ചെയർമാനായി വന്നു. പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ബാക്കിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് ഈ 5 വർഷം ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു തിരിച്ചടി UDFനുണ്ടാവും എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ആവുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കുമല്ലോ. അത് ഈ സംസ്ഥാന സർക്കാരിനെതിരായ വികാരം തിരിച്ചടിയാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വികാരം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സംസ്ഥാന സർക്കാരിന് അനുകൂലമായൊരു വികാരം ഉണ്ടാവും. പ്രത്യേകിച്ച് പുതിയ പെൻഷൻ പദ്ധതികളൊക്കെ വരുന്നതോടുകൂടി ജനങ്ങൾക്കുള്ള വിശ്വാസവും സ്നേഹവും സർക്കാരിനോട് കൂടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. ഇനി അവസാനത്തെ ഒരു കാര്യം കൂടെ, നമ്മൾ കഴിഞ്ഞ തവണ വിവാദമായിരുന്ന പാർട്ടി മാറ്റി നിർത്താനൊക്കെ കാരണമായ ഈ കേസുമായി ബന്ധപ്പെട്ട, അതായത് സ്വർണവുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്താ? ആ കേസിൽ അന്ന് ചോദ്യം ചെയ്ത് വിട്ടു എന്നുള്ളതല്ലാതെ പിന്നെ ഒന്നുമില്ലല്ലോ. അത് അന്ന് തന്നെ ഞാൻ പ്രതികരിച്ച കാര്യമാണ്. ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ഒരു രാഷ്ട്രീയ ഗിമ്മിക്കായിരുന്നു അന്നത്തെ. അതായത് അന്ന് പ്രതിപക്ഷം ഉയർത്തിയ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉയർത്തിയ ഒരു ആരോപണം മാത്രമായിരുന്നു ആണല്ലോ. അത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമല്ലേ. പിന്നെ അതിൻ്റെ ഒരു തുടർ നോട്ടീസ് പോലും വരാതെ കേസൊക്കെ ക്ലോസ് ചെയ്ത് അവസാനിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് കാരാട്ട് ഫൈസൽ ഉള്ളത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലം മാത്രമല്ല, കൊടുവള്ളി നഗരസഭ തന്നെ ഈ UDFൽ നിന്ന് പിടിച്ചെടുത്ത് LDFന് കൈമാറുന്നതിൽ വലിയ നിർണായകമായൊരു നേട്ടം, നിർണായകമായൊരു സംഭാവന തന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നാണ് കാരാട്ട് ഫൈസൽ പറയുന്നത്. ജയ്സൽ ബാബുവിനൊപ്പം T. അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്.